കെ.എം. മാണിയുടെ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര അല്പസമയത്തിനകം വൈക്കത്തെത്തും. കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള വഴിക്ക് ഇരുവശവും കാത്തുനിന്ന് ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് ആസ്ഥാനത്തും തിരുനക്കര മൈതാനത്തും പൊതുദർശനമുണ്ടാകും. തുടർന്ന് ജന്മനാടായ മരങ്ങാട്ടുപള്ളിയിലും പാലാ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. വിവരങ്ങളുമായി എം.എസ്. അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഇപ്പോൾ കെ.എം. മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര എവിടെയെത്തി? എപ്പോഴാണ് വിലാപയാത്ര വൈക്കത്തെത്തിച്ചേരുക? കുലശേഖരമംഗലം പാലത്തിലൂടെയാണ് ഇപ്പോൾ വിലാപയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ എറണാകുളം ജില്ലയിൽ നിന്നും വിഭിന്നമായി കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ ആളുകളാണ് റോഡിൻ്റെ ഇരുവശത്തും കെ.എം. മാണിയെ അവസാനമായി ഒരു നോക്ക് കാണാനായി കൂടി നിൽക്കുന്നത്. പലയിടത്തും വാഹനം ചെറുതായി സാവധാനം നിർത്തി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രധാനമായും തൃപ്പൂണിത്തുറ, പൂത്തോട്ട, ഉദയംപേരൂർ തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രധാനമായും ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വാഹനം നിർത്തിക്കൊടുത്തത്. ഇപ്പോൾ പലയിടങ്ങളിലും ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെ വാഹനങ്ങൾ നിർത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ചെറിയ ചെറിയ കൂട്ടങ്ങളായി ആളുകൾ പലയിടങ്ങളിലും തങ്ങളുടെ അന്തിമോപചാരം മാണിക്ക് അർപ്പിക്കാൻ നിൽക്കുന്ന കാഴ്ച, തിക്കി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കുലശേഖരമംഗലത്താണ് ഉള്ളത്. കുലശേഖരമംഗലത്ത് ഇപ്പോൾ ആളുകൾ കെ.എം. മാണിയുടെ ഭൗതിക ശരീരം കാണാൻ തിക്കി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാമാന്യം ഭേദപ്പെട്ട ഒരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ആളുകളെല്ലാം തങ്ങളുടെ ജനനായകനെ ഒരു നോക്ക് കാണാനായി അവസാനം തങ്ങളുടെ കാണാനുള്ള ഒരു അവസരം വിനിയോഗിക്കുകയാണ്. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെയാണ് പലയിടങ്ങളിലും കാഴ്ച ഉള്ളത്. എറണാകുളം ജില്ലയിൽ നിന്നും വിഭിന്നമായി കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ പ്രവർത്തകരുടെ ഒരു വികാരം ഇക്കാര്യത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മധ്യ തിരുവിതാംകൂറിലെ കെ.എം. മാണിയുടെ തട്ടകങ്ങളിലൂടെയാണ്, സ്വാധീന മേഖലകളിൽ കൂടിയാണ് ഇപ്പോൾ ഈ വിലാപയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ച സമയക്രമങ്ങൾ ഒന്നും പാലിക്കാൻ ഇന്നത്തെ ഈ യാത്രയ്ക്ക് കഴിയില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും. ഓരോ പ്രദേശവും പിന്നിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഏറെ നേരം എടുക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ദൂരെ തന്നെ കാണാം ഒരു കൂട്ടം ആളുകൾ കെ.എം. മാണിയെ കാണാനായി കാത്തു നിൽക്കുന്നത്. നേരത്തെ എറണാകുളം ജില്ലയിലും മറ്റും ആയിരുന്നപ്പോൾ വലിയ വ്യത്യാസത്തിനാണ് ആളുകൾ കാത്തിരുന്നത്. പ്രധാന കവലകളിൽ മാത്രമാണ് ആളുകൾ കാത്തിരുന്നത്. എന്നാൽ കോട്ടയം ജില്ലയിലേക്ക് കടന്നപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്തിപ്പുഴയിലാണ് നിൽക്കുന്നത്. ഇത്തിപ്പുഴ പാലം കടന്ന് മാണിസാറുമായിട്ടുള്ള വിലാപയാത്ര ഇപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇപ്പോൾ ചെറുകൂട്ടങ്ങളല്ല, 50, 60, 70 ആളുകളൊക്കെ ഉൾപ്പെടുന്ന കൂട്ടമാണ് കെ.എം. മാണിയുടെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി തരുന്നത്. പലരും കെ.എം. മാണിയോടുള്ള തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. എന്നാൽ വാഹനത്തിനുള്ളിൽ കയറി മാണിയെ കാണുന്നതിനോ പുഷ്പചക്രം അർപ്പിക്കുന്നതിനോ ഒന്നുമുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ മണിക്കൂറുകളോളം വൈകിയാണ് ഈ വിലാപയാത്ര കോട്ടയത്തേക്കുള്ള പ്രയാണം തുടരുന്നത്. 12 മണിയോടുകൂടി പാർട്ടി ഓഫീസിൽ എത്തണം എന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. എന്നാൽ 12 മണിയായപ്പോൾ എറണാകുളം ജില്ലയുടെ അതിർത്തി പിന്നിടുന്നതിന് പോലും ഈ വിലാപയാത്രയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വേഗതയിൽ പോയാലും ഏതാണ്ട് മണിക്കൂറുകൾ തന്നെ ഇനി വേണ്ടിവരും കോട്ടയത്തെത്താൻ. നമുക്ക് ഇത്തിപ്പുഴ പാലത്തിൻ്റെ ഇപ്പുറമുള്ള ഒരു ജംഗ്ഷനിലെ തിരക്ക് കഴിഞ്ഞാൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ദൂരെ മറ്റൊരു ചെറിയ കൂട്ടം ആളുകൾ കെ.എം. മാണിയെ അവസാനമായി കാണുന്നതിനായി നിൽക്കുന്ന കാഴ്ച. ഇത്തരത്തിൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ, കോട്ടയം ജില്ലയുടെ പ്രശസ്തി പുറത്തേക്ക് പ്രകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാൾ, കോട്ടയം ജില്ലയുടെ നയരൂപീകരണത്തിൽ രാഷ്ട്രീയ വിഗതികളിലുണ്ടായ മാറ്റങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഒരാൾ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അർഹിക്കുന്ന ആദരവും ബഹുമാനവും എല്ലാം ജനങ്ങളിപ്പോൾ കെ.എം. മാണിക്ക് നൽകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഓരോ ചെറു ജംഗ്ഷനുകളിലും നിരവധി ആളുകൾ തടിച്ചുകൂടി കെ.എം. മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ യാത്ര ഇനി കോട്ടയത്തെത്തണമെങ്കിൽ, ഏറ്റുമാനൂരിലെത്തണമെങ്കിൽ, കടുത്തുരുത്തിയിലെത്തണമെങ്കിൽ ഏറെ സമയം തന്നെ വേണ്ടിവരും. അശ്വതി. എം.എസ്. അനീഷ് കുമാർ അനുഗമിക്കുന്നുണ്ട് കെ.എം. മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര വളരെ വൈകിയാണ്, വളരെ പതിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോട്ടയത്തെ കുലശേഖരപുരം മാത്രം പിന്നിടാനാണ് വിലാപയാത്രയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഓരോ ഇടങ്ങളിലും ഓരോ ജംഗ്ഷനിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ജനങ്ങൾ കൂടിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അവിടെയെല്ലാം നിർത്തി
അവർക്കെല്ലാം കാണാനുള്ള അവസരം ഒരുക്കിയതിനു ശേഷം മാത്രമാണ് വിലാപയാത്ര പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം തിരുനക്കര മൈതാനത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വളരെ വൈകിയാണ് അല്ലെങ്കിൽ വളരെ പതുക്കെയാണ് വിലാപയാത്ര കോട്ടയത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ച ആ ഒരു സമയക്രമത്തിൽ ഓരോ ഇടങ്ങളിലും പൊതുദർശനം നടക്കാനുള്ള സാധ്യതയും വളരെ കുറവ് തന്നെയാണ്. കോട്ടയം തിരുനക്കര മൈതാനത്താണ് പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ ഇപ്പോഴും ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് ഉള്ളത്. അവിടെയുള്ള ഒരുക്കങ്ങളൊക്കെ ഏത് രീതിയിലായി? ഏതാണ്ട് 12:30 തിരുനക്കര മൈതാനത്തെ ഈ വേദിയിൽ മൃതദേഹം പൊതുദർശനത്തിന് എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അത് ഇപ്പോഴും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഏതായാലും കുറഞ്ഞത് 4 മണിയെങ്കിലും ആകും തിരുനക്കരയിലേക്ക് മൃതദേഹം എത്താൻ എന്നതാണ് നമുക്ക് ഏതാണ്ട് കണക്കുകൾ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ വൈകുന്നേരം ആണെങ്കിൽ പോലും ഇനിയും കാത്തിരിക്കുക എന്നത് തന്നെയാണ് ഇവിടെ ഉള്ള പ്രവർത്തകരെ സംബന്ധിച്ചും KM മാണിയുടെ അനുയായികളെ സംബന്ധിച്ചും അദ്ദേഹത്തോട് അടുപ്പമുള്ളവരെ സംബന്ധിച്ചുള്ളത്. ഇവിടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എന്തായാലും കാത്തിരിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഇവിടെ എത്തി സ്ഥിതി എല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 11:30 തന്നെ ഇവിടെ പൂർണ്ണമായും സജ്ജമായിരുന്നു ഇവിടുത്തെ എല്ലാ ഒരുക്കങ്ങളും. അതിനുശേഷം ഏതാണ്ട് പ്രവർത്തകർ ഈ തിരുനക്കര മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കി വേദിയിലേക്ക് വരികയും ചെയ്തു. അവർ ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. മൃതദേഹം ഇവിടേക്ക് എത്തുന്ന സമയത്തോടു കൂടി കൂടുതൽ ആളുകൾ, പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെയും കോട്ടയം നിവാസികളൊക്കെയും KM മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് കൂടുതൽ പേർ എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതേണ്ടി വരിക. എന്തായാലും ഇതിന് തൊട്ടപ്പുറത്ത് ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെയുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും KM മാണിയുടെ മൃതദേഹം അരമണിക്കൂറോളം പൊതുദർശനത്തിന് വെക്കുന്നുണ്ട്. അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള, അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി വാങ്ങിയൊരു കേന്ദ്രം കൂടിയാണ് അത്. അതുകൊണ്ട് തന്നെ അവിടെയും അല്പസമയം പൊതുദർശനത്തിന് വെക്കും. എന്തായാലും കുറഞ്ഞത് 4 മണിയെങ്കിലും ആകും ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇവിടേക്ക് വിലാപയാത്ര എത്താൻ. കേരള രാഷ്ട്രീയത്തിൽ അതികായൻ KM മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് മലയാളികൾ. ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര കോട്ടയത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വൈക്കത്ത് എത്തിച്ചേരും. വിവിധയിടങ്ങളിൽ പൊതുദർശനവും തീരുമാനിച്ചിട്ടുണ്ട്. വളരെ വൈകിയാണ് വിലാപയാത്ര, പതുക്കെയാണ് വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളാണ് MS അനീഷ് കുമാറും G ശ്രീജിത്തും നൽകിയത്.